ഈ ദർബാർ ഹാളിലേക്ക് 9 മണിക്ക് VS-ന്റെ മൃതദേഹം പൊതുദർശനത്തിനായി കൊണ്ടുവരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ശരിക്കും 8:15 ഈ ബാട്ടണിലെ വസതിയിൽ എത്തുമെന്നാണ് ലഭിച്ചിട്ടുള്ള വിവരം. അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ അഷ്മി? ഇല്ല, അതിന് മാറ്റമില്ല. തൽക്കാലം 8:15 മുഖ്യമന്ത്രിയും അവിടെ ബാട്ടൺ ഹില്ലിലുള്ള VS-ന്റെ വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം അവിടെ വന്ന് ദർബാർ ഹാളിലേക്ക് മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തിൽ ഇങ്ങോട്ട് കൊണ്ടുവരും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സ്കൻ എന്തായാലും ഇവിടെ ദർബാർ ഹാളിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളും അലങ്കൃതമായ ഒരു പേടകം VS-നായി തയ്യാറായിരിക്കുന്നു ദർബാർ ഹാളിൽ. ഇങ്ങോട്ടേക്ക് എത്തിയാൽ ഉറപ്പായി നമുക്കറിയാം സ്കൻ ഇവിടെ ഒരുപക്ഷെ കേരളം അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത വലിയ ഒരു ജനസഞ്ചയത്തിനാണ് അല്പസമയത്തിനകം ഈ ദർബാർ ഹാൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കണ്ണേകരളെ VS എന്ന മുദ്രാവാക്യം തന്നെയാണ് പ്രധാനം. ആ മുദ്രാവാക്യം കൊണ്ട് പ്രകമ്പിതമാകാൻ പോകുന്നു ഈ ദർബാർ ഹാൾ. LDF കൺവീനർ ടി.പി. രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ അവസാന ഒരുക്കങ്ങൾ വിലയിരുത്തുകയാണ്. ഇതിനകത്തെ പോലീസ് സംവിധാനം ഒക്കെ ശക്തമാണ്. സ്കാൻ കൃത്യമായ ബാരിക്കേഡ് വെച്ച് തിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നാൽ വലിയൊരു റഷ് അതിനകത്തുണ്ടാവാത്ത രീതിയിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ദർബാർ ഹാളിൽ ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. ദർബാർ ഹാളിൽ നിന്ന് PRD ക്യാമറയിൽ നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനുള്ള ദൃശ്യങ്ങളടക്കം ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ബാട്ടണിലെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം മുഖ്യമന്ത്രിയും അവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബാട്ടണിലെ വസതിയിൽ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. 8:15 മൃതദേഹം പുറത്തു കൊണ്ടു. ഇപ്പോൾ 8:16 സമയം. മുഖ്യമന്ത്രി എത്തിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി എത്തിയാൽ ഉടൻ മൃതദേഹം ദർബാർ ഹാളിലേക്ക് എടുക്കും. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സമയക്രമങ്ങൾ ഒരുപാട് പാലിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ് VS അച്യുതാനന്ദൻ. സമയനിഷ്ഠ അദ്ദേഹം എന്നും പാലിച്ചിരുന്നു. എന്നാൽ ഈ ജനങ്ങൾ ആർത്തലച്ചു വരുന്ന ജനങ്ങളുടെ ആവേശക്കടലിൻ്റെ മുന്നിൽ ഈ പറയുന്ന സമയക്രമം ഒന്നും പാലിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആഷ്മി താജ് ഇബ്രാഹിം വീണ്ടും ചേരുകയാണ്. ആഷ്മി, താങ്കൾക്ക് തുടരാം. അങ്ങനെ തന്നെയാണ് ദർബാർ ഹാൾ അടുത്ത കാലത്ത് കണ്ടിട്ടില്ലാത്ത വിധമുള്ള വലിയ ജനസഞ്ചയത്തിന് സാക്ഷ്യം വഹിക്കാൻ. തിരുവനന്തപുരത്ത് വലിയ മഴ തുടങ്ങിയിട്ടുണ്ട്. സ്കിനത് ഒരുപക്ഷെ നമുക്കറിയാം ഇന്നലെ മുതൽ VS-ന്റെ വിയോഗത്തിൽ വിങ്ങുന്ന ഒരുപാട് മനസ്സുകളുണ്ട്. ആ മനസ്സുകളുടെ ഒരു പ്രകൃതിയുടെ സാക്ഷ്യം എന്ന നിലയ്ക്ക് വിലയിരുത്താലും കുഴപ്പമില്ല. സ്കേന്ദ ഇവിടെ വലിയ മഴ തുടങ്ങുന്നുണ്ട്. എന്തായാലും എത്ര വലിയ മഴയാണെങ്കിൽ കൂടിയും ദർബാർ ഹാളിലേക്കും VS ഉള്ളിടത്തേക്കും അദ്ദേഹത്തിന്റെ അണികൾ, പ്രവർത്തകർ, അദ്ദേഹത്തിന്റെ ആരാധകർ അങ്ങോട്ടേക്ക് നൂറുകണക്കിന് ആയിരക്കണക്കിന് ഒഴുകിയെത്തും എന്നുള്ള കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങൾ വേണ്ട. എസ് കെ നമ്മൾ ഇന്നലെ കണ്ടതാണ്, AK സെന്ററിൽ കണ്ടതാണ്. ഇന്നലെ രാത്രി VS-ന്റെ മകന്റെ വീട്ടിൽ കണ്ടതാണ്. ഇന്ന് രാവിലെ VS-ന്റെ മകന്റെ വീട്ടിൽ കാണുന്നതാണ്. ഇപ്പോഴും കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ. VS-ന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നൊക്കെയുള്ള കൂടുതൽ ആളുകൾ കിട്ടിയ വണ്ടികളിൽ വാഹനങ്ങൾ പിടിച്ചുകൊണ്ട് ഇവിടെ തിരുവനന്തപുരത്തിന്റെ ചെറിയ ഇടവഴികളിലേക്കൊക്കെ നിറഞ്ഞ് അങ്ങനെ വലിയൊരു മഹാസാഗരമായത് ഇങ്ങോട്ട് ദർബാർ ഹാളിലേക്ക് എത്താൻ പോകുന്നു. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടില്ലാത്ത വിധമുള്ള എല്ലാവരുടെയും ഒരു വലിയ ജനസഞ്ചയം ഇവിടെയുണ്ട്. ഇവിടെ TP രാമകൃഷ്ണൻ അല്പസമയത്തിനും ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പോൾ ഉള്ള ഏറ്റവും ഒടുവിലത്തെ ക്രമീകരണങ്ങളെ പറ്റിയും മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് സ്കാൻ അറിയാൻ കഴിയുന്നത്. നമുക്കറിയാം VS എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ അത്ഭുതമാണ്. അദ്ദേഹം ഇടപെട്ട മേഖലകൾ, അദ്ദേഹം ഈ കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന, കേരളത്തെ CPM-ന്റെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു വലിയ നേതാവാണ്. ഇവിടെ SK ഇന്നത്തെ ഒരു പത്രത്തിൽ പിരപ്പംകൂട് മുരളിയിടുന്ന ഒരു അനുസ്മരണക്കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: SK ആദ്യപൂണ്ട മനസ്സിൽ ഉയരുന്ന അവസാന പ്രതീക്ഷയാണ് വെളിച്ചപ്പാടിന്റെ ചെവിയിലെത്തുന്ന ഓരോ സങ്കടവും. ആൾക്കൂട്ടത്തിനിടയിൽ നിന്നും സ്വകാര്യമായി പറയുന്ന ഓരോ വാക്കും വെളിച്ചപ്പാട് കേൾക്കും. വാക്കിലൂടെയെങ്കിലും ആവുന്ന ആശ്വാസം നൽകും. രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കൂളിയിട്ടിറങ്ങിയ നേതാവാണ് VS അച്യുതാനന്ദൻ. ഒറ്റപ്പെട്ടു പോകുമായിരുന്നവർക്ക് താങ്ങും തണലുമായി നിലകൊണ്ട ജനകീയൻ VS എന്നാൽ ജനങ്ങളുടെ വെളിച്ചപ്പാടായിരുന്നു എന്നതാണ് അതിന്റെ ആദ്യ പാരഗ്രാഫ്. അത്തരത്തിൽ സങ്കടപ്പെടുന്നവന്റെ, വീണുകിടക്കുന്നവന്റെ, പാർശ്വവൽക്കരിക്കപ്പെടുന്നവന്റെ, ഒതുക്കപ്പെടുന്നവന്റെ, മുതലാളിമാരാൽ തല്ലുകൊള്ളേണ്ടി വരുന്ന തൊഴിലാളി അല്ലെങ്കിൽ ജന്മിമാരാൽ തല്ലുകൊള്ളേണ്ടി വരുന്ന കയറുപിരി തൊഴിലാളിയുടെ, കശവണ്ടി തൊഴിലാളിയുടെ ഒക്കെ സങ്കടങ്ങൾ കേട്ട് ആ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി പോരടിക്കേണ്ടടുത്ത് പോരടിച്ചും സംസാരിക്കേണ്ടടുത്ത് സംസാരിച്ചും ശബ്ദമുയർത്തിയും ഒക്കെ ഒരു നേതാവ്, ഈ നേതാവിന്റെ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്നു എന്ന് ഉറപ്പായും നമുക്കും അഭിമാനകരമായ അല്ലെങ്കിൽ പ്രതീക്ഷാ നിർഭരമായ ചില ചിന്തകൾ നൽകുന്നുണ്ട്. SK ഉറപ്പായും VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം മാത്രമേ വിടവാങ്ങുന്നുള്ളൂ. ഇന്ന് VS നമ്മളോട്
ഭൗതികമായില്ല അല്ലെങ്കിൽ ഫിസിക്കലി ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം കൊളുത്തിവെച്ച ആദർശത്തിന്റെ 100 തിരികളുണ്ട്. അദ്ദേഹം കൊളുത്തിവെച്ച ഏതെങ്കിലും തരത്തിൽ സമവായങ്ങളോ സമരസങ്ങളോ ഇല്ലാത്ത സമരത്തിന്റെ പാഠങ്ങളുണ്ട്, പാഠഭേദങ്ങളുണ്ട്. ആ പാഠഭേദങ്ങളും വലിയ നക്ഷത്ര ശോഭയോടെ നിലനിൽക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കാര്യം VSനെ പോലൊരാൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയോട്ടുണ്ടാവുകയുമില്ല എന്ന കാര്യം ഉറപ്പാണ്. കാര്യം നമുക്കറിയാം VSന്റെ ജീവിതം അത് കൗമാരമാവട്ടെ, അത് ബാല്യമാവട്ടെ, കൗമാരമാവട്ടെ, യൗവനമാവട്ടെ, വാർദ്ധക്യമാവട്ടെ, എപ്പോഴും നിരന്തര പോരാട്ടങ്ങളുടെ ജീവിതം തന്നെയായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന് 4-ാം വയസ്സിൽ അമ്മ വസൂരി വിട്ട് അദ്ദേഹത്തെ വിട്ടുപോകുന്നു മുതൽ നമുക്കറിയാം അദ്ദേഹം നീന്തിക്കേറിയ ജീവിതത്തിന്റെ പാരാവാരങ്ങൾ നമ്മൾ അത് കേരളത്തിന് മുന്നിൽ തുറന്ന പുസ്തകം പോലെ ആർക്കും അറിയാവുന്ന മട്ടിൽ നിൽപ്പുണ്ട്. ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ VSനോട് ചോദിക്കുന്നുണ്ട് അഭിമുഖകാരൻ എന്തുകൊണ്ടാണ് VS ഈശ്വരഭക്തി നഷ്ടമായത് എന്ന കാര്യം ചോദിക്കുന്നുണ്ട് VSനോട്. VS അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു തുടങ്ങുന്നു. 4-ാം വയസ്സിൽ അമ്മയെ നഷ്ടപ്പെട്ട അനുഭവം, അമ്മ വസൂരി വിട്ട് അപ്പുറത്ത് കിടക്കുന്ന കുടിലേക്ക് VS നോക്കുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ, അതിനുശേഷം 11-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ പിതാവിനെ നഷ്ടപ്പെടുന്ന ഓർമ്മകൾ, 7-ാം വയസ്സിൽ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ടിരുന്ന ഓർമ്മകൾ, ആസ്മിൻവാളിലേക്ക് പോകുന്ന ഓർമ്മകൾ, അങ്ങനെ അദ്ദേഹം കണ്ടത് മൊത്തം യാതനകളുടെ, സങ്കടങ്ങളുടെ, വേദനകളുടെ ഈ പറയുന്ന നേർക്കാഴ്ചകൾ മാത്രമായിരുന്നു. വേദനകൾക്കൊപ്പം നിൽക്കലായിരുന്നു VSന്റെ ജന്മലക്ഷ്യം, ജന്മദൗത്യം. എന്തുകൊണ്ട് ആ വേദനകൾക്കിടയിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യരായിരുന്നു തന്റെ ദൈവങ്ങൾ, ആ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിരുന്നു തന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രയോറിറ്റി എന്ന കാര്യമൊക്കെ അഭിമുഖത്തിൽ VS പറയുന്നുണ്ട്. ഓരോരുത്തരെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്.